ഇങ്ങനത്തെ ഒരു സാധനം അൽബേക്ക് ആരെങ്കിലും കഴിച്ചിക്കണോ? സംഗതി വെജാണ്, എന്നാലും എന്നെ സംബന്ധിച്ച് അൽബേക്ക് ഒരു കോയിന്റെ പൊരിച്ച ഐറ്റംസ് മാത്രം കിട്ടുന്ന കടാണെന്നാണ് ഞാൻ കരുതിയത്. ഇന്നത്തെ വിഷയം അൽബേക്കാണ്. പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിവാദങ്ങൾ പിൽക്കാലത്ത് സൃഷ്ടിച്ചിരുന്ന ഒരു സംഗതി കൂടിയാണിത്. പതിവിലും വിപരീതമായി ബ്രേക്ക്ഫാസ്റ്റിന് ഈ കാണുന്ന ലഘു ഐറ്റംസ് മാത്രമാണ് നമ്മൾ വാങ്ങിയത്. തലേന്ന് ജിദ്ദയിലെത്തി ആദ്യം കാണുന്നത് ഈ പട്ടുകൂറ്റൻ സൈക്കിളാണ്. രാത്രി MRന്ന് ഒരു അടിച്ച് പതപ്പിച്ച ചായ കുടിച്ച് കിടിലൻ ചായ, ഒരു രക്ഷയില്ല. പിന്നെ നിസാമുവിന്റെ കുടുംബ സന്ദർശനമായി ലേശം ബ്രോസ്റ്റും വട്ടി പോലത്തെ ചാർക്കോൾ ഷവർമയൊക്കെ കഴിച്ച് രാവിലെയാണ് അൽബേക്കിൽ കയറുന്നത്. ഒരു എമർജൻസി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാർന്നാണ്. ഈ കാണുന്ന സാൻഡ്വിച്ചിലെ എഗ്ഗും ചീസും ചിക്കൻ ഫില്ലിങ്ങും ഹലപ്പിനോസ് അടക്കം ജാബറൻ സൈസിന് 7 റിയാൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനുള്ള മുതൽ ഇതുണ്ട്. പിന്നെ നഗറ്റ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ് ഈ അൽബേക്ക്. അപ്പൊ അതിന്റെ ഒരു ഇതും ഇതിലുണ്ടാവും കേട്ടോ. പിന്നെ സ്വീറ്റ് കോണിലേക്ക് സാൾട്ട് ഇട്ട് ഒന്ന് ഇളക്കുക, ബട്ടർ ഇട്ട് മൂടിയിട്ട് 2 ഷെയ്ക്ക്. കോണിന്റെ ചൂടുകൊണ്ട് ബട്ടർ അതിൽ അലിഞ്ഞു ചേരും. മാർവലസ്. തിന്നണ ഊക്കിൽ സോസ് വെള്ളപ്പാൻഡിൽ വീണ് രക്തക്കറ പുരണ്ട ഒരു അൽബേക്ക് ശുഹദാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽബേക്കിന് വേണ്ടി രക്തസാക്ഷി ആയവൻ ക്ഷമ തീരല്ലാന്നു.